ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ് പരിചയപ്പെടുന്നത്. ഞാൻ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ കാരണം ഞാനൊരു വേർഡിൻ്റെ അർത്ഥം ഇങ്ങനെ നോക്കുമായിരുന്നു. ഞാൻ ഗൾഫിൽ പോയപ്പോഴും നമ്മുടെ നാട്ടിലുള്ളപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കാണത്. അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ച് ചെന്നത് അതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആപ്പ് വരും. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നമ്മൾ ആദ്യമായിട്ട്. അപ്പോൾ ആ വാക്ക് ഏതാണെന്ന് നമുക്ക് കാണാവേ. ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം ഫുള്ള് ഡൗൺലോഡ് ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യുക നമ്മൾ. അതിനുശേഷം ആപ്പ് പതിയെ ഓപ്പൺ ചെയ്യണം നമ്മൾ. ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യമേ ലാംഗ്വേജ് ആണ് മാറ്റേണ്ടത്. ഇപ്പോൾ ഇംഗ്ലീഷും സ്പാനിഷും ആണ് കിടക്കുന്നത്. ഇംഗ്ലീഷിൽ നിന്ന് സ്പാനിഷിലോട്ട് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നടക്കുന്നത്. അത് വേൾഡ് വൈഡ് ആയിട്ട് ഏത് ലാംഗ്വേജിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു ആപ്പ്. ബോർഡുകളുടെയൊക്കെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തം ഭാഷയിൽ കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ആദ്യം നമ്മൾ മലയാളം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്പാനിഷ് എന്നുള്ളത് നമ്മൾ വേറെ അറബി വാക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അറബിക് വാക്ക് അറബിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു ഇതാണ് കൊടുക്കുന്നത്. അതായത് മലയാളം ടു അറബിക്. അവിടെയാണ് ഞാൻ ഈ വേർഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഗൾഫിലും ഈ നാട്ടിൽ വരുമ്പോഴും ചില ആളുകൾ പറയുന്നൊരു സംഭാഷണം, അതായത് ഇതാണ് ഞാൻ ടൈപ്പ് ചെയ്തത്, അതിങ്ങനെയാണ് അറബിയിൽ വരുന്നത്. അതിനകത്ത് ഒരു അർത്ഥം അതിനകത്ത് വന്നത് മലയാളത്തിൽ തന്നെ നോക്കിയപ്പോൾ അത് കൂടുതലെന്നൊരു അർത്ഥം കൂടെ വരുന്നുണ്ട്. പിന്നെ വരുന്നത് അതായത് ഈ പറ്റിക്കുന്ന ആളുകളാണ് കൂടുതൽ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൂടുതലെന്നൊരു വാക്കുകൂടെ വരുന്നുണ്ട്. ആ ഒരു വാക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അറബിയിൽ എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സ് എന്താണെന്ന് എനിക്ക് വായിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വായിക്കാത്തത്. അപ്പോൾ പല ആളുകളും പറയാറുണ്ട്, പല ഈ ഒരു അസഭ്യം കാണിച്ച് തരാറുണ്ട്. ഇത് അങ്ങനെ ഒരു പല അർത്ഥങ്ങളാണ് ആ ഒരു വാക്കിന് വരുന്നത്. പോലീസുകാരെ, ഗുണ്ടകൾ, അങ്ങനെ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു വാക്കായത്. അതിൻ്റെ പേര് കോടതി പോലും കയറാൻ പറ്റാതെ നിൽക്കുക ഞാൻ. ആ കോടതി എടുക്കുന്നില്ല, കാരണം അവർ ഉപയോഗിക്കുന്നുണ്ടാവും ഇത്. ഈ വാക്ക് എന്തുവാണെന്നറിയാൻ ഞാൻ എന്തോരം ഗവേഷണം നടത്തിയാണെന്നറിയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്യാമറ വെച്ചൊന്ന് നമുക്ക് ബോർഡുകളൊക്കെ വായിക്കാം. അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാം അതിനെപ്പറ്റി, ഏത് വീഡിയോ വായിക്കാൻ പോകുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ സെർച്ച് ചെയ്ത് നോക്കാം ഈ ഒരു വാക്കിനെ കുറിച്ച് തന്നെ. അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് എഴുതി നോക്കാം. ഒന്ന് വാഹിദ് എന്നാണ് പറയുന്നത്. അത് പിന്നെ മറ്റേ വാക്ക് നമ്മൾ എന്തോന്ന് പറയുന്നില്ല, അത് നമ്മൾ വായിച്ചു നോക്കുന്നത്. അതിൻ്റെ അർത്ഥങ്ങൾ, ആ ഒരു വേർഡിന് അറബിയിൽ തന്നെ ഒരുപാട് അർത്ഥങ്ങൾ വേറെ വരുന്നുണ്ട്. അതാണ് ഞാൻ കറക്റ്റായിട്ടുള്ള വാക്ക് എന്താണെന്ന് പറയാത്തത്. അത് പല സാഹചര്യത്തിലും പല അർത്ഥം വരും. കണ്ടില്ലേ, ഇങ്ങനെയാണ് അത് എഴുതുന്നത്. ഇത്രയും വാക്കുകൾ വരും അതിനകത്ത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് നമുക്ക് അവിടെ നമുക്ക് അറബിക് ടു മലയാളം ആക്കണം. അത് ബാക്ക് പോയിട്ട് വേറൊരു ആപ്പുണ്ട്, വേറൊരു ആപ്പിനകത്തിലുണ്ട്, അത് കറക്റ്റായിട്ട് കിടപ്പുണ്ട്. നമുക്ക് വാട്സപ്പിൽ നിന്നൊരു ഇത് കിടപ്പുണ്ട്, മലയാളത്തിലുള്ള ഒരു ടൈപ്പ് കിടപ്പുണ്ട്. അതൊന്ന് നമുക്ക് ഇംഗ്ലീഷിലോട്ട് തർജ്ജമ ചെയ്ത് നോക്കാം. അതൊന്ന് കോപ്പി ചെയ്യാണ്. ഇത് രണ്ടും കൂടെ ഞാൻ കോപ്പി ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാണ്. അവിടെ പ്ലേ സ്റ്റോറല്ല, അവിടെ വേറെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. അവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. അത് കിട്ടി. അവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത്. പേസ്റ്റ് ചെയ്ത ശേഷം കഴിഞ്ഞിട്ട് അറബിക്ക് എന്നുള്ളത് ഇത്ര എഴുത്തുകൾ കറക്റ്റായിട്ട് അത് വന്നിട്ടുണ്ട്. അത് അങ്ങനെയാണോ എന്നറിയത്തില്ല, അത് അറിയാവുന്നവർക്കേ അറിയുള്ളൂ. നമുക്ക് അറബിക്ക് എന്നുള്ളത് മാറ്റിയതാണ്ട് മലയാളത്തിൽ വീണ്ടും അത് വന്നു. നമുക്ക് അറബിക്ക് എന്നുള്ളത് മാറ്റിയിട്ട് അത് ഇംഗ്ലീഷ് ആക്കി കൊടുത്ത് നോക്കാം.
അന്നേരം ഇംഗ്ലീഷ് ആക്കി കൊടുത്ത് നോക്കുമ്പോൾ അത് ഇംഗ്ലീഷ് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇംഗ്ലീഷ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇംഗ്ലീഷ്, അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷ കിടപ്പുണ്ട്. ഇംഗ്ലീഷ് അത് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം താഴെ വരുമ്പോൾ താഴെ കറക്റ്റായിട്ട് ഇംഗ്ലീഷിൽ അത്രയും സാധനം അവിടെ കിടപ്പുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് നൈസായിട്ട് അത് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അത് നമുക്ക് ആ ഒരു ടെക്സ്റ്റ് അതേപോലെ പേസ്റ്റ് ചെയ്തിട്ട് വാട്സപ്പിൽ വന്നിട്ട് നമുക്ക് അതിനകത്ത് തന്നെ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ഇംഗ്ലീഷിലാവും. ഇംഗ്ലീഷിൽ നമുക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്ത് വിടാം. ഇത്ര അറിയാൻ വയ്യാത്തവർക്കാണ് ഏത് ഭാഷയിൽ വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണിത്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് എല്ലാവരോടും കോണ്ടാക്ട് ചെയ്യുന്ന വാട്സപ്പ് വഴി ഈ ഒരു സംവിധാനം ഉപയോഗിച്ച, കാരണം ഓൾമോസ്റ്റ് കറക്റ്റ് അല്ലെങ്കിലും എല്ലാം കിട്ടുകയൊക്കെ ചെയ്യും. കണ്ടില്ലേ, അങ്ങനെയാണ് ഇത്. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം. കണ്ടില്ലേ? അപ്പം നമ്മൾ കമ്മ്യൂണിക്കേഷൻ അത് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ വിചാരിക്കും സുരക്ഷിതമാണെന്നൊക്കെ, പല ഭാഷയിലും ചെയ്തു കഴിഞ്ഞാൽ. പക്ഷെ അതൊന്ന് വായിച്ചെടുക്കാനുള്ള സംവിധാനമുണ്ട്. ഞാൻ തന്നെ എഴുതി വിട്ടേക്കുന്ന കണ്ടിട്ട് കുറച്ചിതാണ്. പക്ഷേ എന്താണ്, അത് വായിക്കേണ്ടോ വായിച്ചെടുക്കട്ടെ, അല്ലാണ്ട് പിന്നെ എന്താണ് ആവശ്യക്കാർ. അത് പിന്നെ അങ്ങോട്ട് ചെന്നിട്ട് വേറൊരു സംവിധാനമുണ്ട്. കണ്ടോ, അത് ഒന്നുകൂടെ ഒന്ന് അടിച്ചു നോക്കാം. വൺ ഷുഡ് വാം അപ്പ്, അങ്ങനെയാണ് ഇംഗ്ലീഷ് വരുന്നത്. ആ ഒരു വാക്കിന് വൺ ഷുഡ് വാം അപ്പ് എന്നാണ് വരുന്നത്. അതിൻ്റെ ഇത് വരുന്നത് അതിൻ്റെ അർത്ഥം വരുന്നത് അങ്ങനെയാണ്. വൺ ഷുഡ് വാം അപ്പ്, ഇങ്ങനെയാണ് അത് കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത് അറബിയിലാക്കിയപ്പോൾ അതിങ്ങനെ വരുന്നത്. അത് പിന്നീട് അത് നമ്മൾ ടെക്സ്റ്റ് അത് കോപ്പി ചെയ്ത് അത് ഇനി അടുത്ത അടിച്ചു നോക്കുമ്പോൾ ശ്രദ്ധിച്ചോണേ, ആ വാക്കിനെ പ്രകോപിപ്പിക്കുന്ന ഒരു വർത്തമാനം കണ്ടോ. ഒന്ന് ചൂടാക്കണമെന്നുള്ള അർത്ഥം കൂടെ. അറബിയിലെ അത് ടൈപ്പ് ചെയ്ത് നേരെ തിരിച്ചാക്കിയപ്പോൾ, അറബി ടു മലയാളം ആക്കിയപ്പോൾ അതിൻ്റെ അർത്ഥം മാറി. ഒന്ന് ചൂടാക്കണം, അങ്ങനെയായി. ആ ഒരു വാക്കിന് ഒന്ന് ചൂടാക്കണമെന്നുള്ള അർത്ഥമായിട്ട് മാറിയത്. അതായത് കലിപ്പീര്, അങ്ങനെ ഒരു അർത്ഥം കൂടെ ഉണ്ട്. കണ്ടോ, ഒന്ന് ചൂടാക്കണം. പിന്നെ ചില ലേഡീസൊക്കെ വന്നിട്ട് ഈ ഒരു വർത്തമാനം തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. കാരണം ഇതിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടെന്നുള്ളതാണ്. കണ്ടോ, ഒന്ന് ചൂടാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. എനിക്ക് ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് കിട്ടിയിട്ടുള്ള ഇങ്ങനൊരു സംവിധാനം, ഒന്ന് ചൂടാക്കണം. അങ്ങനെ ഒരു അർത്ഥം കൂടെ ഉണ്ട് ആ ഒരു വാക്കിന്, ഒന്ന് ചൂടാക്കണം. ഒരുപാട് ആളുകൾ, പോലീസുകാരൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഇത് തന്നെയുള്ളൂ, ഒന്ന് ചൂടാക്കണം എന്നുള്ള അർത്ഥം തന്നെയാണ് ആ ഒരു വാക്കിനുള്ളത്. കണ്ടുപിടിച്ചാൽ നമ്മൾ പോകാൻ പാടില്ല, അത്ര തന്നെ. ഞാനതാണ് ഈ റീച്ചിന് പൈസ ഉപയോഗിക്കുന്നത്, ഒന്ന് ചൂടാക്കണം. കണ്ടില്ലേ, വാക്കിന് അർത്ഥം കിടക്കുന്നത്. 2-3 വർഷം ടൈപ്പ് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ വേറൊരു ആപ്പുണ്ട്. ഈ ആപ്പിനകത്തിനൊന്ന് നോക്കണം. ഈ ആപ്പിൽ അത് ഞാൻ വേറൊരു ആപ്പ് എടുത്തത്. അതിനകത്ത് ഒരുപാട് പരസ്യമുള്ളത് കാരണം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അതിൻ്റെ അർത്ഥം വന്നു. അതിൻ്റെ അർത്ഥം എന്താണ്, താഴെ അറബിയിൽ എഴുതി വന്നു. എഴുതി വന്നു കഴിഞ്ഞപ്പോൾ അത് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നേരെ തിരിച്ച് അത് വേണ്ട ഇപ്പുറത്ത് അങ്ങനെ തന്നെ വന്നത്. ഞാൻ ജസ്റ്റ് അങ്ങനെ വന്നത്. ഇതിപ്പോൾ ഇനി അറബി ഒന്ന് വായിച്ച് വന്നിട്ട് ആ പേസ്റ്റ് ചെയ്ത സാധനം, കട്ട് ചെയ്ത സാധനം അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം. പേസ്റ്റ് ചെയ്തിട്ട് അറബി വാക്ക് അതാ അറബിയിൽ തന്നെ അത് തെറ്റിപ്പോയത്. അത് ഞാൻ ഇപ്പോൾ അത് മാറ്റി, അറബി എന്നുള്ളത് അത് മാറ്റിയിട്ട് ഒന്നുകൂടെ വിവർത്തനം ചെയ്ത് നോക്കാം. വിവർത്തനം എന്നൊരു ഓറഞ്ച് ബട്ടൺ, അതിനകത്ത് ചൂടാക്കാൻ അവനോട്, ഇങ്ങനെ അർത്ഥമായി. ആദ്യം അറബി വാക്കിൽ അത് ടൈപ്പ് ചെയ്തപ്പോൾ മലയാളത്തിന് അതിൻ്റെ അർത്ഥം മാറിയത് കണ്ടിട്ട്. അത് കണ്ടോ, ചൂടാക്കാൻ അവനോട്. അതായത് ഈ പ്രകോപനത്തിന് വിളിക്കുന്ന ആളുകൾ ഈ ഒരു വാക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത്തരം ആളുകളുടെ അടുത്ത് ജോലിക്കൊന്നും പോകരുത് എന്നാണ് അർത്ഥമാകുന്നത്, ഞാൻ കരുതി കേട്ടുള്ളത്. ഇതിൻ്റെ പേര് ഒരുപാട് ബുദ്ധിമുട്ട് എനിക്ക് വന്നിട്ടുള്ളതാണ്. ഒന്നുകൂടെ ഒന്ന് അടിച്ചു നോക്കാം. അതിൻ്റെ ആ വാക്കിൻ്റെ വീണ്ടും അത് അറബിയിൽ വന്നു. അത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അത് ഇനിയിപ്പോൾ ഒന്നുകൂടെ പേസ്റ്റ് ചെയ്യുകയാണ്. പേസ്റ്റ് ചെയ്യില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും നോക്കിയപ്പോൾ
അങ്ങനെ തന്നെ വരുന്നുണ്ട് അങ്ങോട്ട് തിരിച്ച്. കോപ്പി ചെയ്തിട്ട് നമുക്ക് ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട് അത് മായ്ച്ച് കളയണം. മായ്ച്ച് കളഞ്ഞിട്ട് ആദ്യം നമുക്ക് അവിടെ ഒട്ടിക്കണം. അതാണ് ഒട്ടിച്ച ശേഷം മേട് പരസ്യം വന്നുകൊണ്ട് ഒട്ടിച്ച ശേഷം അറബിക്ക് എന്നുള്ള ടു മലയാളം ആക്കണം. അപ്പോൾ അതിനകത്തിനും വന്ന അർത്ഥം ഒന്ന് ചൂടാക്കണം എന്നുള്ള അർത്ഥമാണ് ഇതിനകത്തിനും വന്നത്. കണ്ടില്ലേ, ഈ ഒരു വാക്കിന് അങ്ങനെ ഒരു അർത്ഥമുള്ളൂ. ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് അറബി നാട്ടിൽ ഒരുപാടുണ്ട് ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നവർ. കാരണം പ്രകോപനത്തിന്, കാരണം മനഃപൂർവ്വം ഒരു കുത്സിത പ്രവൃത്തിക്ക് വേണ്ടി വിളിച്ചു കയറ്റി ലോക്ക് ചെയ്യാനുള്ള ആൾക്കാരെ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ഒന്ന് ചൂടാക്കണം, കണ്ടോ, ഒന്ന് ചൂടാക്കണം എന്നുള്ളത്. കാരണം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആകുമ്പോൾ അതൊരിക്കലും കള്ളം പറയട്ടെ. ഇങ്ങനത്തെ ആപ്പുകളും രണ്ട് ആപ്പിനകത്തിന് ഒരേ അർത്ഥം തന്നെ പറയുന്നത്. വീണ്ടും ഒന്ന് ചൂടാക്കണം എന്നുള്ളത് ഞാനൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതേ വാക്ക് തന്നെ അവിടെ വന്നു. അത് വീണ്ടും കോപ്പി ചെയ്ത ശേഷം അവിടെ പേസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. പേസ്റ്റ് ചെയ്ത് അത് അറബിക് ടു മലയാളമാണ് വരുന്നത്. അതെന്താണ്ട് വീണ്ടും ഒന്ന് ചൂടാക്കണം, അതേ അർത്ഥം തന്നെ വന്നു. കണ്ടോ, അതാണ് അതിൻ്റെ വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഉള്ള ഒരു പ്രശ്നം കണ്ടിട്ട് കറക്റ്റ് അർത്ഥം തന്നെ വന്നു. അത് ഈ ലേഡീസും എന്ന് പറയും, പുരുഷന്മാർ ഈ ഒരു വർത്തമാനം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതൊക്കെ തന്നെയാണ്. ഈ ഒരു വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ വാക്കിൻ്റെ ഇത് പറയേണ്ടി വരും. ഞാനത് പലയിടത്തും ചോദിച്ചിട്ടുള്ളതാണ്. ഇത്തരം വാക്കുകൾ പ്രയോഗിച്ച് കഴിഞ്ഞാൽ എനിക്കെതിരെ നിയമ നടപടി എടുക്കരുതെന്നൊക്കെ. കാരണം മനഃപൂർവ്വമുള്ള ഒരു സംവിധാനമാണ് വരുന്നത്. എനിക്കറിയാവുന്ന കാരണമാണ് ഞാൻ ഈ പറയുന്നത്. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാക്കണം. അപ്പോൾ അതൊന്ന് വീണ്ടും ഇത് വന്നു അറബിയിലിത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് മായ്ച്ച് കളഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചു നോക്കി. ഒന്നുകൂടെ മലയാളത്തിൽ അടിച്ചു നോക്കിയിട്ട് വിവർത്തനം ചെയ്ത് നോക്കുക. വിവർത്തനം ചെയ്ത് നോക്കാം. കാരണം അതേ അറബി വാക്ക് തന്നെ വീണ്ടും വന്നു. അറബി വാക്ക് തന്നെ വീണ്ടും വന്ന ശേഷം അത് നമുക്ക് മായ്ച്ച് കളയണം. മായ്ച്ച് കളഞ്ഞിട്ട് ആ ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട് അത് ഒട്ടിക്കണം. എന്നിട്ട് അറബിക് ടു മലയാളം ഒന്ന് ചൂടാക്കണം. പിന്നെ അതേ അർത്ഥം തന്നെ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.